2025 പടങ്ങളൊക്കെ അഭിനയിക്കാനുള്ള പടങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡയറക്ഷനിലോട്ട് കയറുന്നു. ഇപ്പൊ റൈറ്റിംഗിൽ ഒരു പടം ഇപ്പൊ ഇറങ്ങാൻ പോകുന്നു. ഇപ്പൊ ഇനി അടുത്ത പ്രോജക്ട് ഏതാണ്? ഡയറക്ഷൻ തന്നെയല്ലേ? ഏപ്രിൽ മെയ് വരെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഏത് ജോണറായിരിക്കും? ഏകദേശം ഒരു ഒരുപാട് ഹാസ്യ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പൊ ആട്, അടികപ്പേടെ പോലത്തെ പടങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയൊരു ക്രൂ എടുത്താൽ നന്നായിട്ട് ഹാസ്യ വർക്കാവുന്ന ആൾക്കാരാണുള്ളത്. ഷെൽ ചേട്ടൻ, ധ്യാൻ ചേട്ടൻ പോലത്തെ ആൾക്കാർ, അജു വർഗീസ് സാറ് പോലത്തെ ആൾക്കാർ, ശ്രീനിവാസനെ പോലത്തെ ആൾക്കാർ. അപ്പോൾ ഇവര് ഡയറക്ടേഴ്സുമാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, വർക്ക് ചെയ്യാനൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അതുപോലെ തന്നെ ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് സിനിമ വരുന്നത്. അപ്പോൾ താങ്കളുടെ മാനസികാവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? ഒരു വർഷത്തിന് ശേഷം ഒരു സിനിമ വരുമ്പോൾ അത്രയും നാൾ ഒരു സിനിമ പെട്ടിക്കാത്തിരിക്കുന്ന താങ്കളുടെ മാനസികാവസ്ഥ ഉണ്ടായിരുന്നു? 14 വർഷമായിട്ട് അസിസ്റ്റന്റ് ക്ലീറ്റസ് തുടങ്ങി ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അടിയപ്പേര് തുടങ്ങി തുടങ്ങി ധ്യാന്റെ കൂടെ ഉണ്ട്. അപ്പൊ പല കഥകളും നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തില് വന്നൊരു കഥയുമാണിത്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ പാതിരക്കുർബാന എന്ന് പറഞ്ഞൊരു പടം അനൗൺസ് ചെയ്തിട്ട് ഷൂട്ടിങ്ങിനൊക്കെ ഒരു 3 ആഴ്ച മുമ്പ് കോവിഡിന്റെ സെക്കൻഡ് ലോക്ക്ഡൌണിലൊക്കെ നമ്മൾ ഊട്ടിയിലൊക്കെ ലൊക്കേഷനൊക്കെ ഫിക്സ് ചെയ്ത് അത് നിന്നുപോയില്ല. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പടം ചെയ്യാം എത്രയും പെട്ടെന്ന് പറഞ്ഞ് വരുന്നത്. ഇനി ഇത്രയും ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അജിച്ചേട്ടനും ഞാനൊക്കെയാണെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. രമേശ് ചേട്ടനായിട്ട് തന്നെ ആദ്യമായിട്ട് ഇത് ചെയ്യണത്. പക്ഷേ നമ്മളൊരു സീൻ ഡെവലപ്പ് ചെയ്തിട്ട് രമേശ് ചേട്ടൻ്റെ അടുത്ത് ഇരുന്നിട്ട് നമുക്ക് ഡയലോഗ്സ് ഇപ്പോൾ ഈ കൗണ്ടേഴ്സ് വന്ന സമയത്ത് ഇതൊരു രമേശ് ചേട്ടൻ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളി അതിന് അത്രയ്ക്കും ഇൻപുട്സ് നമുക്ക് തരുന്നുണ്ടായിരുന്നു. ഡയലോഗ്സ് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. പിന്നെ അജിച്ചേട്ടനും രമേശ് ചേട്ടനും കൂടി ഇംപ്രൂവൈസ് ചെയ്തിട്ട് അതിനെ ഏറ്റവും മാക്സിമം നന്നാക്കാനായിട്ടുള്ള എല്ലാ പരിപാടികളും നമുക്ക് നടന്നത്. ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് മൊത്തം ആർട്ടിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വർഷം ഇറങ്ങാതിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് സങ്കടം വരുന്ന സമയത്ത് ഇങ്ങനെ ഈ രാത്രികളുടെ ധ്യാനം വിളിച്ചിട്ട് സങ്കടമൊക്കെ പറയുമ്പോൾ നമ്മളെ മാക്സിമം ചേർത്ത് നിർത്താനാണ് എല്ലാവരും നോക്കിയേക്കുന്നത്. സന്തോഷം ഇപ്പം ഇറങ്ങാൻ പോകുന്നത്.